ഇവിടം തൊട്ട് സെപ്പറേറ്റ് CPM-ന്റെ സഖാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോട് പറയൂ. നമ്മുടെ വയനാട് ദുരന്തവും അതുമായി ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെ നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്, ചില ആൾക്കാർ മുലപ്പാലിന് വേണ്ടി തേങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാൻ പാടില്ല, പകരം നിങ്ങൾ ഡയറക്റ്റ് പോയി അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന രീതിയിലുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അവർക്കെതിരെ കേസ് വരുന്നുണ്ട്. സോ ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ ഒരു കേസ് വന്നിട്ടുള്ളത്. ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്, അഖിൽമാരാർക്കെതിരെ കേസ്. പക്ഷേ ഞാൻ അഖിൽമാരാറിന്റെ ആ ഒരു വീഡിയോസ് കണ്ടതാണ്, ലൈവും കണ്ടതാണ്, അതുപോലെ തന്നെ ഇട്ട പോസ്റ്റും കണ്ടതാണ്. പക്ഷെ ആ ഒരു പോസ്റ്റിൽ എവിടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പകരം അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഭരിക്കുന്ന സർക്കാരിനെതിരെയും അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള കുറച്ച് കമ്മികൾക്കെതിരെയാണ് അഖിൽമാരാർ വളരെ പച്ചയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ ഒന്ന് മുഖത്തടിച്ച് പറയത്തില്ല അതുപോലെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അഖിൽമാരാറിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇവിടെ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ദുരിതാശ്വാസ നിധിക്കെതിരെയാണോ അല്ലെങ്കിൽ എന്തിനെതിരെയാണ് അഖിൽമാരാർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പാർട്ടിയെ മുച്ചൂട് മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല, പകരം 3 വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എന്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ട് നൽകാൻ എന്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എന്റെ സുഹൃത്തുക്കൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ്. സഹാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം. അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തത് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു. അർഹതപ്പെട്ട മനുഷ്യന്മാരെ സഹായിക്കുക എന്നതാണ് എന്റെ താല്പര്യം. നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല. എന്റെ കർമ്മമാണ് എന്റെ നേട്ടം. ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി. സഹാക്കളുടെ കുത്തിക്കഴപ്പ് കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകൾ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഹാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇതായിരുന്നു അഖിൽമാരാർ ഇട്ട ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന്റെ കൂടെ തന്നെ 4-5 സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്ത പൈസ, അതുപോലെ തന്നെ ചാറ്റ്, അതിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ്. എന്നിട്ട് ഇതിൽ മെയിനായിട്ട് എന്താ പറയുക, അന്തം കമ്മികളെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതിലെവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനെതിരെ മോശമായ രീതിയിൽ ആരും ഒന്നും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ലൈവും കൂടിയിട്ടുണ്ടായിരുന്നു. അതൊരു 25 മിനിറ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം. അത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെവിടെയാണ് ദുരിതാശ്വാസ നിധിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. ഉള്ളിന്റെ ഉള്ളിൽ 10 രൂപയെങ്കിൽ 10 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഖാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരാളെ സഹായിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ എന്തോ ചെയ്തോട്ടെ. അവൻ മുഖ്യമന്ത്രിക്ക് 5 പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരല്പം കോമൺ സെൻസ് എന്നുള്ള ഒരു സഖാവിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സഖാവായിരിക്കത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല. കാര്യം കഴുതകൾക്ക് ഒരു അപമാനമായിട്ട് ഇവന്മാർ മാറും. കഴുതകൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഞാൻ ഇതുപോലെ അന്തംകമ്മികളെ, ഞാൻ ഈ മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെയോ സാമാന്യ ബോധത്തോടുകൂടി ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയോ സഖാക്കന്മാരെയോ അല്ല പറയുന്നത്. ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ അന്തം കമ്മി സൈബർ ടീമുകളുണ്ട്. ഇവന്മാരെയാണ് ഞാൻ പറയുന്നത്. ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല. വിളിച്ചാൽ കഴുതകൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവന്മാരെ കഴുതകളെന്നും വിളിക്കത്തില്ല. കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യ ജന്മം എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള കുറെ ജന്തുക്കൾ എന്ന് മാത്രം പറയാവുന്ന ഇത്തരക്കാരന്മാർക്ക് എനിക്കിപ്പോഴും മനസ്സിലാക്കാതെ പോയത്, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ വീണ്ടും ചോദിക്കുന്നത്, ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ എന്താണ് അവിടെ പറഞ്ഞത്? 3 വീട് ഞാൻ വെച്ചു കൊടുക്കാം. ഞാൻ ആരാണ്? ഞാൻ എന്താ മറ്റേ കല്യാണത്തെ കണക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കോ? എനിക്ക് കിട്ടിയ അധ്വാനത്തിന്റെ ഒരു പങ്ക് പോട്ടെ. ഇങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ എടുത്ത് എന്റെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് നാട്ടുകാരുടെ കട്ടുമുടിച്ച് തിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നമുക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ ആവാം. നമുക്ക് ആഗ്രഹമില്ല സഹകരണ ബാങ്കിൽ. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ നാട്ടിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രവർത്തിച്ച സമയത്തും ഈ പഞ്ചായത്തിൽ ഇവന്മാർ കയറി അധികാരത്തിലിരിക്കും. പഞ്ചായത്ത് മെമ്പർമാരായിട്ടും സഹകരണ ബാങ്കിന്റെ ഭാരവാഹികളായിട്ടൊക്കെ ഇരിക്കും. അപ്പോഴൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഓടിട്ടുണ്ട്, സഹകരണ മേഖലയിൽ ഓടിട്ടുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഓടിട്ടുണ്ട്. പക്ഷേ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പലതും കൈയോടെ പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് കക്കൂസ് 3-4 കക്കൂസ് അനുവദിച്ചു കൊടുത്തിട്ട് 15,000-20,000 രൂപ അനുവദിച്ചു കൊടുത്തിട്ട് അതിനകത്ത് കമ്മീഷൻ മേടിച്ചിട്ട് കമ്മീഷൻ അടിക്കുന്ന സഖാക്കന്മാർ. പശുവിനെ ഒരുത്തന്റെ വീട്ടിലേക്ക് പശുവിനെ കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ കാതിൽ പോയി കിണാപ്പടിച്ചിട്ട് ഈ പശുവിനെ വേറെടുത്ത് വിറ്റ് അതിന്റെ കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ അപ്പൊ ഇത് നിയമപരമായിട്ട് നടക്കുന്ന വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് വന്ന പശുവിനെ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അർഹതപ്പെട്ടവർക്കാണോ? ഇത് ഗ്രാമസഭ കൂടി ഒരു ഗ്രാമസഭയിൽ അർഹതപ്പെട്ട സാധാരണക്കാർക്കാണോ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർക്കല്ല. ഗ്രാമസഭകൾ കൂടാറില്ല. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സഖാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. പിന്നെ എന്റെ നാട്ടിൽ തന്നെ താമരക്കുടി സർവീസ് സഹകരണ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു.
ഈ ബാങ്കിൽ എൻ്റെ നാട്ടിൽ നാടെന്ന് പറയുന്നത് ഒരുപാട് കശുവണ്ടി തൊഴിലാളികളും ഒരുപാട് പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ നാടാണ്. ഈ പാവങ്ങൾ ഭാവിയിൽ മക്കളെ കെട്ടിച്ചു വിടാനും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വീട് വെക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി അന്നന്നത്തെ അധ്വാനം കൊണ്ടിട്ടിട്ട് ഈ സഖാക്കന്മാർ ഭരിക്കുന്ന ഈ ബാങ്കുകളിൽ കൊണ്ടിട്ടു. ഈ ബാങ്ക് ഇവന്മാർ ഇത് മുച്ചൂടും മുടിച്ച് എത്രയോ കുട്ടികളുടെ കല്യാണം മുടങ്ങിപ്പോയി, എത്രയോ പാവങ്ങൾക്ക് ആത്മഹത്യയുടെ വക്കിലെത്തി, എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇതുപോലെ പഞ്ചായത്തിലും. അപ്പം ഇത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച ഇതാണ്. അപ്പൊ ഈ കാഴ്ച കണ്ടു വളർന്ന എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നത് എന്റെ പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമാണ്. ഞാനിപ്പം ജോർജിയ പോയ സമയത്ത് ഈ സ്റ്റാലിന്റെ വീടിന്റെ അടുത്തൊക്കെ എന്നിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ കംപ്ലീറ്റ്ലി അതായത് ഈ പ്രദേശത്ത്, ഈ റഷ്യൻ പ്രദേശത്ത് സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെടിവെച്ച് കൊല്ലും, പറയാൻ പാടില്ല കേട്ടോ. അത്ര വെറുപ്പാണ് ഈ പഴയ USSRൽ ഇടതുപക്ഷത്തോട്, കമ്മ്യൂണിസത്തോട്. എവിടൊക്കെ ഭരിച്ചിട്ടുണ്ടോ, എവിടെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെല്ലാം മുടിച്ച് ജനങ്ങൾ വെറുത്ത് അവസാനം ജനങ്ങൾ ആട്ടി ഓടിച്ച ഒരു രാഷ്ട്രീയ ആശയത്തെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ബോധവും വിവരവും ഇല്ലാത്തതുകൊണ്ട് അധികാരത്തിലിരുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ സഖാക്കന്മാരോട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എന്റേതാണ്. അല്ലാതെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏകദേശം 35 ലക്ഷത്തോളം വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 35% വോട്ട്. അപ്പം 3.5 കോടി ജനതയിൽ പോൾ ചെയ്ത വോട്ട് 2 കോടി എടുത്താൽ ഏകദേശം ഒരു 70 ലക്ഷത്തോളം വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 70 ലക്ഷത്തോളം ആൾക്കാരിൽ പാർട്ടി മെമ്പർമാരും പാർട്ടി അനുകൂലികളും പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടുന്ന ഒരു വലിയ നിര നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് 1000, 2000, 3000 ഒക്കെ വെച്ച് കൊടുത്താൽ ഒരു 20 ലക്ഷം പേരുടെ ഒരു കണക്കെടുക്കാം. 20 ലക്ഷം × 1000 എന്ന് പറഞ്ഞാൽ രൂപ എത്രയാണ്? 2000 കോടി രൂപയാണല്ലേ? കണക്ക് തെറ്റിയോ? അത് 200 കോടി ആവട്ടെ, വലിയ ഗുണമായില്ല, വെറും 1000 രൂപ. പിന്നെ കേരളത്തിൽ കിടക്കുന്ന മറ്റുള്ളവർ മറിച്ചവരൊക്കെ കൊടുക്കുന്ന സഹായങ്ങൾ ഉണ്ട്. പിന്നെ ഇത് രണ്ടെന്ന് പറയുന്നത്, അപ്പം ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഒരു പോസ്റ്റ് വിട്ട് ആർക്കെങ്കിലും വീടും വെച്ച് കൊടുക്കുകയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോയാനെ. എന്നെ ചൊറിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തിരിച്ച് മാന്തും. അത് ഒരിക്കലും എനിക്ക് ദോഷകരമാവുന്ന രീതിയിൽ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അങ്ങ് നശിപ്പിച്ച് ഇല്ലാതാക്കിയാലും സന്തോഷത്തോടെ ഞാനങ്ങ് മരിക്കും, പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ മരിക്കും. അത് വെട്ടിക്കൊന്നാലും തല്ലിക്കൊന്നാലും വെടിവെച്ച് കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനങ്ങ് നശിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഇത്രയും രീതിയിൽ നിങ്ങളെ പരിഹസിച്ച് സംസാരിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം ശരിയാണ്. നിങ്ങൾക്ക് എനിക്കെതിരെ വിമർശനം ഉന്നയിക്കാം. ഞാൻ എഴുതിയ വരികളിൽ എനിക്ക് ഇനി മുഖ്യമന്ത്രിയോടുള്ള ഒരു അവിശ്വാസം ഞാൻ രേഖപ്പെടുത്തുന്നു. പകരം ഒരാളെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണമല്ലോ വിമർശിക്കാൻ. ഞാൻ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് പകരം ഞാൻ പറയുകയാണ്, എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന സഹായം. ഒരുപക്ഷെ അതാ ഞാൻ പറഞ്ഞത്, 35 വയസ്സ് വരെ ഒരു വീട് പോലും ഇല്ലാതിരുന്ന ഞാൻ ഇന്നിത് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപകൾ വന്നിട്ടോ ഒന്നുമല്ല. അതൊരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷ പറഞ്ഞാൽ നമ്മളങ്ങ് ഇറങ്ങുമല്ലേ. അത് തന്നെ, ഞാനങ്ങ് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. എന്റെ അടുത്തേക്ക് ഇതായിരുന്നു ആ ഒരു ലൈവിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ദുരിതാശ്വാസ നിധിക്കെതിരെ അഖിൽമാരാർ പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണോ അഖിൽമാരാർക്കെതിരെ ഇപ്പം കേസ് എടുത്തിട്ടുള്ളത്? അതുമാത്രമല്ല, ഇത് കഴിഞ്ഞോടെ തന്നെ അടുത്തൊരു വീഡിയോയിൽ ആദ്യം 3 വീടായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്, പിന്നെ അത് 4 വീടാക്കി ബാക്കിയുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ അഖിൽമാരാർ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അഖിൽമാരാർക്കെതിരെ ഇപ്പൊ കേസും വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിക്കെതിരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണോ വേണ്ടോ എന്ന ആൾക്കാർ 2 രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അതിനുള്ള റീസൺ അഖിൽമാരാർ മാത്രമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വീഡിയോ പറഞ്ഞതുകൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്? ഒരിക്കലും അല്ല, എന്തെങ്കിലുമൊക്കെ റീസൺ കാണുമല്ലോ. കാരണം 2018 നമ്മുടെ നാട്ടിൽ പ്രളയം വന്നപ്പോൾ ഒരാളും തന്നെ ഒരു രീതിയിലും ചിന്തിക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും ഫണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫണ്ടിന്റെ കണക്കോ കാര്യങ്ങളോ ഇപ്പം ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുമല്ല, ആ ബാക്കിയുള്ള എത്രയോ 237 കോടി അത്രയോ സംതിങ് കോടി രൂപയുണ്ട്, അതിന്റെ കണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പുറത്തു വന്നിട്ടുണ്ടോ? എനിക്കും അറിയത്തില്ല. സോ ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ള ഡൗട്ടുകളുണ്ട്. അതുമല്ല, അന്ന് 2018 പൊളിഞ്ഞ പല പാലങ്ങളും ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീട് കിട്ടാതെ അലിയുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സോ ഇതിന്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പൈസയ്ക്ക് എവിടെ പോകുന്നു, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് ശരിക്കും എത്തിയത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ലടി. സോ ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ ചിന്തിക്കുമ്പോൾ കൊടുത്താൽ ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചു പോകും. അല്ലാതെ കൊടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അഖിൽമാരാറിന്റെ ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ഇപ്പം ഭരിക്കുന്ന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ അന്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്കെതിരെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ കയ്യിലുള്ള പൈസയായിട്ടോ, അല്ലെങ്കിൽ ഈ പ്രളയത്തെ ദുരിതം അനുഭവിക്കുന്ന ഏത് രീതിയിൽ സഹായിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണം ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാം, അല്ലാതെ നേരിട്ട് പോയി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഘടന വഴി കൊടുക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സഹായിക്കേണ്ടത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലാതെ ഇങ്ങനെ മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. സോ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് നിങ്ങളെ പറ്റുന്ന രീതിയിൽ വേറെ രീതിയിൽ സഹായിക്കാം. അതായത് ആ ഒരു കേസ് വന്നതിന് ശേഷം അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കേൾക്കണം. കാരണം നമ്മുടെ പൈസ എടുത്തിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ആ പൈസയ്ക്ക് എവിടെ പോയി അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു നമ്മൾ അറിയണമല്ലോ.
സോ അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ അഖിൽമാരാർക്കെതിരെ കേസ് എടുത്തത് ശരിയായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തെറി വിളിക്കേണ്ടവർക്ക് വിളിക്കാം, ന്യൂസ് ചെയ്യും. അതൊക്കെ എനിക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ചില ആൾക്കാർക്ക് തെറി വിളിക്കാതെ അങ്ങ് പറ്റത്തില്ല. ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല. അതുകൊണ്ട് ഒരുവന്റെ അധ്വാനം ആരുടെ കൈകളിലേക്ക് എത്തണം എന്നത് അവനവന്റെ തീരുമാനമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടം തൊട്ട് സെപ്പറേറ്റ് CPM-ന്റെ സഖാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ കണക്ക് എഴുതി വെച്ചാണ്, ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കിത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഇത് എന്തടിസ്ഥാനത്തിലാണ്? പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസും മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസിന് 450 കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല. അതിലെ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിവെക്കുന്നു. പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം, കോപ്പറേറ്റീവ് ഡെപ്റ്റ്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു BPL, സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ, സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ, BPL-കാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 147.82 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു. ഇത് ആർക്കാണ് കൊടുത്തത്? സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത്? അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ? ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളെയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത്. കോപ്പറേറ്റീവ് ഡെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു BPL 147.82 കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം. അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് 4,970 കോടി രൂപ. ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് 457.58 കോടി രൂപ നീക്കിവെച്ചതായിട്ട് പറയുന്നു. 6,000 രൂപ പെർ പേഴ്സൺ. കേരളത്തിൽ ഈ 6,000 രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ്. ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം. അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത്, അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് 2,367.97 കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു. ആർക്കൊക്കെ എവിടൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് 26.37 കോടി രൂപ കൊടുത്തതായി പറയുന്നു. ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടൊക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല, മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ്. കണക്കുകൾ പുറത്തുവിടണം. സിവിൽ സപ്ലൈസസിന് ഓണത്തിന് വേണ്ടിയിട്ട് 30.46 കോടി രൂപ കൊടുത്തേക്കുന്നു. ഓണക്കിറ്റ് വിതരണത്തിന് പുറമെ, അതായത് ഓണക്കിറ്റ് വിതരണമായിരുന്നു ഗവൺമെന്റിന്റെ ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ഇവർ. അപ്പോൾ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് 30.46 കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ? അതായത് ഈ ജനങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു തുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPM-ലെ അണികൾക്ക് വേണ്ടിയിട്ട് ഇവർ നീക്കിവെച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇത് ഞങ്ങൾക്കറിയണം. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്ടാൽ എന്തായാലും 2, 3, 4 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ഈ വയനാടിന്റെ ഒരു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നത്. ഇപ്പോ ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളും നമ്മുടെ മന്നത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ണികൃഷ്ണൻ എനിക്ക് സഹായിക്കാം. അതായത് ഞാൻ ആക്ച്വലി 3 വീട് നമ്മൾ വെക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ആരുടെ ഒന്നും ചോദിക്കേണ്ട, എന്റെ തന്നെ കയ്യിലെ പൈസ കൊണ്ട് ഞാനൊരു വീട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞതും കൂടെ ചേർത്ത് ഈ 4 വീടുകളും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ തന്നെ സഹകരണത്തോടു കൂടിയല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം, ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടണം. അവർ നൽകുന്ന പ്രദേശത്ത് തന്നെയായിരിക്കും നമ്മൾ ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത്. ഇനി ഞങ്ങളത് വെച്ചു കൊടുക്കുന്നില്ല, ഞങ്ങൾ ഇതങ്ങ് മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ നൽകിയേക്കാം. പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു, ഇതൊക്കെ പ്രദേശത്ത് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ, ഞങ്ങൾ സത്യസന്ധരാണ്, ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പോരാടിക്കുക. എന്റെ മടിയിൽ കനമില്ല, ഇയാളുടെ മടിയുടെ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലുമില്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, പാർട്ടിയുടെ പലർക്കും അറിയാം. പാർട്ടിയെ സാമ്പത്തികമായിട്ട്
കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ട് മൂടിയ ഒരു മുഖ്യമന്ത്രി, യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടുകൂടി പറയൂ, കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം. അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല, എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട CPM-ലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ നിങ്ങളുടെ ഉൾപാർട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം. ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ നിങ്ങൾ തന്നെ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.